മലയാളിക്ക് ഓർമ്മപ്പെടുത്തലിൻ്റെ ഒരു തരത്തിലുള്ള തൊങ്ങലുകളും ആവശ്യമില്ലാത്ത പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ എം.എസ്. ബാബുരാജിനോടുള്ള ആദരസൂചകമായി ഒ ബാബുരാജ് എന്ന പേരിൽ ഒരു സംഗീത ആൽബം പുറത്തിറങ്ങിയിരിക്കുന്നു. അജിത് കലാഭവൻ ആലാപനം ചെയ്ത ഈ ഗാനത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് പ്രശസ്ത കവി ബക്കർ മേത്തലയാണ്. ശ്രീലാലാണ് സംവിധായകൻ. സ്വർഗവാതിൽ പാളി നീർത്തി മെല്ലെ നീ വരൂ, ഗസൽ പാടുവാൻ ഈ ഭൂമിയിൽ. സ്വർഗവാതിൽ പാളി നീർത്തി മെല്ലെ നീ വരൂ, ഗസൽ പാടുവാൻ ഈ ഭൂമിയിൽ. ബാബുരാജ് ഒ ബാബുരാജ് എന്ന ശീർഷകത്തിൽ കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള ബാബുരാജിനെ സ്നേഹിക്കുന്ന സംഗീതജ്ഞർ, ഗാനരചയിതാക്കൾ എല്ലാവരും ചേർന്ന് സമർപ്പിച്ച ഒരു സംഗീതാദരത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ ഗാനം തയ്യാറാക്കിയ, ഗാനരചന നടത്തിയ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ശ്രീ ബക്കർ മേത്തല നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. ഒപ്പം ഇതിൽ ആലാപനം നിർവഹിച്ചിരിക്കുന്ന അജിത് കലാഭവൻ നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. നൗഷാദ് എന്ന പ്രശസ്ത ഗായകൻ നമ്മോടൊപ്പമുണ്ട്. ബാബുരാജിനെ സ്നേഹിക്കുന്ന സംഗീതജ്ഞരായ നിരവധി പേർ തത്സമയം ഈ സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ഈ പ്രഭാതത്തെ ബാബുരാജിൻ്റെ സംഗീതം കൊണ്ട് സാന്ദ്രമാക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോൾ കേട്ട ഈ ഗാനം ബാബുരാജിനെ ഭൂമിയിലേക്ക് തിരികെ വീണ്ടും ലഭിച്ചിരുന്നെങ്കിൽ എന്ന ഒരു പറ്റം സംഗീത പ്രേമികളുടെയും സംഗീതജ്ഞരുടെയും സഫലമാവാത്ത ആഗ്രഹമാണ്. പക്ഷേ സഫലമാവും. എപ്പോഴൊക്കെ നമ്മൾ ബാബുരാജിനെ കുറിച്ച് ഓർക്കുന്നു അപ്പോഴൊക്കെ ബാബുരാജിൻ്റെ സംഗീതം നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. ഒരു നല്ല സംഗീതജ്ഞൻ ഭൂമിയിൽ ജീവിക്കുന്നത് ശ്രീ ബക്കർ മേത്തല ആ സംഗീതജ്ഞൻ്റെ സംഗീതത്തെ നമ്മൾ ഓർക്കുകയും ആ ഈരടികളെ നമ്മൾ വീണ്ടും നമ്മളുടെ നാവിലൂടെ പുനരാവിഷ്കരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണെന്ന് തോന്നുന്നു. ഇന്ന് വന്നിരിക്കുന്ന ഈ സംഗീതജ്ഞരെ താങ്കൾ ഒന്ന് പരിചയപ്പെടുത്തുക. ഈ പാട്ടിന് ഇന്നിപ്പോൾ ബാബുരാജിൻ്റെ സ്മൃതിയായിട്ട് നമ്മൾ ചെയ്ത ഗാനത്തിന് സംഗീതം ചെയ്തത് രാജേഷ് മാമൻ എന്ന യുവ സുഹൃത്താണ്. ഒട്ടേറെ ആൽബങ്ങൾക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ള അദ്ദേഹം കലാഭവൻ്റെ തന്നെ ഒരു സൃഷ്ടിയാണ്. ഒപ്പം അതിനകത്ത് രാജു എന്ന് പറയുന്ന ഗിറ്റാർ വിദഗ്ധനുണ്ട്. സിദ്ദീഖ് എന്ന് പറയുന്ന മറ്റൊരു സുഹൃത്ത് ഗിറ്റാർ വായിക്കുന്നു. പിന്നെ ഈ തരംഗിലെ സുധി വളരെ ഗംഭീരമായിട്ട് കോങ്കോട്രം വായിക്കുന്ന ആളാണ്, തബലിസ്റ്റ് കൂടിയാണ്. അതുപോലെ ഉണ്ണികൃഷ്ണൻ തബല വായിക്കുന്ന, ഷിബുദാസ്, അങ്ങനെ ഒട്ടേറെ പേർ, നിരവധി പേരുണ്ട്. നിരവധി പേർ. ബാബുരാജിനെ നമ്മൾ തിരികെ ഓർക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ കാരണം എന്താണ്? ബാബുരാജ് ഒരു അത്ഭുത പ്രതിഭാസമാണ്. ഈ പ്രതിഭയുടെ ധാരാളിത്തം കൊണ്ടാണ് അദ്ദേഹം, എനിക്ക് തോന്നുന്നു, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും ബാബുരാജിൻ്റെയും ജീവിതത്തിന് ചില സമാനതകളുണ്ട്. ഒട്ടേറെ ദാരിദ്ര്യത്തിൻ്റെ, വിശപ്പിൻ്റെ ആ തീവ്രതയിലൂടെ കടന്നുപോയവരാണ്. ഒപ്പം ഒട്ടേറെ അലച്ചിലുകൾ, യാത്രകൾ, ഒടുങ്ങാത്ത ആവേശങ്ങൾ, കലയോടുള്ള ഒരു സമർപ്പണബോധം, അത് തന്നെ ജീവിതം തന്നെ സംഗീതമാക്കി മാറ്റിയ ഒരാളാണ് ബാബുരാജെങ്കിൽ അതിന് സമാനമായ രീതിയിൽ എഴുത്ത് ഒരു ഭ്രാന്തമായ ആവേശമാക്കി മാറ്റിയ ആളാണ് ബഷീർ. ബഷീറിൻ്റെയും ഈ ബാബുരാജിൻ്റെയും ജീവിതത്തിലെ സമാനതകൾ പലപ്പോഴും ഇവരുടെ ഈ സർഗപ്രതിഭകളുടെ ഒരു വലിയ വിസ്ഫോടനമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഈ രണ്ടുപേരിലും ഇത് കാണാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരക്കാരായ ആളുകളുടെ ഒരു പുനർജന്മം, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ സംഗീതത്തിലൂടെ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് പലപ്പോഴും ബാബുരാജിലൂടെ നമ്മൾ അനുഭവിച്ചിരുന്നത്. ഒരു തരം ആത്മീയതയുണ്ടായിരുന്നു. നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത് പി ഭാസ്കരൻ്റെ വരികളും ബാബുരാജിൻ്റെ സംഗീതവും കേട്ട് വളർന്നവരാണ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു സംഗീതമുണ്ട്. എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ സംഗീതത്തിലേക്ക് വരുമ്പോൾ താങ്കൾ കൂടുതൽ സംഗീതത്തെ പറ്റി കൂടുതൽ ഗാനങ്ങൾ കേൾക്കുന്ന ഒരാളാണെന്ന് വിശ്വസിക്കുന്നു. അതെ. അപ്പോൾ ഇന്നത്തെ കാലത്ത് സംഗീതത്തിന് അത്തരത്തിലുള്ള എന്തെങ്കിലും മൂല്യചോഷണങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ?
മൂല്യശോഷണം എന്ന് പറയാവുന്നത് ഈ തലമുറകൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ ഒരു വിഷയം കൂടെയുണ്ട്. പുതിയ സാങ്കേതികതയുടെ ഒരു വളർച്ച, അതിൻ്റെ വിസ്ഫോടനങ്ങൾ, ഒപ്പം തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റം സ്വാഭാവികമായും സംഗീതരംഗത്ത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അലയടിക്കും. പക്ഷേ എന്തൊക്കെയായാലും കുറേ കൂടെ കൂടുതൽ കാലം നിലനിൽക്കുന്നതോ ശേഷിക്കുന്നതോ ഒക്കെ ആയിട്ട് നമുക്ക് തോന്നുന്നത് ബാബുരാജിൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ചിദംബരനാഥിൻ്റെ കാലഘട്ടത്തിൽ ദേവരാജൻ മാഷൊക്കെ കൊടുത്ത ഈണങ്ങൾ ഇതിനേക്കാളും ഒക്കെ അല്പം ഹൈറ്റിൽ നിൽക്കുന്നുണ്ട്. അല്പമല്ല, വളരെ ഹൈറ്റിൽ തന്നെ നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ ആയിരിക്കാം അങ്ങോട്ടേക്കുള്ള ഒരു മടക്കയാത്രയെക്കുറിച്ചുള്ള ഒരു ഉൾവിളി പലപ്പോഴും നമുക്കുണ്ടാകുന്നത്. ബാബുരാജിലേക്കുള്ള മടക്കയാത്രയിലേക്കുള്ള ഒരു ഉൾവിളി എന്നുള്ള നിലയിലാണ് ഇന്ന് ഈ സംഗീതജ്ഞർ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നമ്മൾക്ക് ആദ്യം ഒരു ഗാനം കേൾക്കാമെന്ന് തോന്നുന്നു. പ്രശസ്ത ഗായകൻ നൗഷാദ്, താങ്കൾ ഈ ഒരു പ്രഭാതത്തിൽ ബാബുക്കയുടെ ഏത് ഗാനം പാടണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു, അത് പറഞ്ഞുകൊണ്ട് പാടി തുടങ്ങിക്കോളൂ. ഞാൻ ബാബുക്കയുടെ അനുരാഗ ഗാനം പോലെ എന്ന ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഞാൻ പാടാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. അനുരാഗ ഗാനം പോലെ അഴകിൻ്റെ അല പോലെ മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിയിച്ച മലരാണോ? മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിയിച്ച മലരാണോ? മഴവില്ലിൻ നാട്ടിലെ കന്യകൾ ചൂടുന്ന, മഴവില്ലിൻ നാട്ടിലെ കന്യകൾ ചൂടുന്ന മരതക മാണിക്യ മണിയാണോ? അനുരാഗ ഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. പൂമണിമാരൻ്റെ മാനസക്ഷേത്രത്തിൽ പൂജയ്ക്കു വന്നൊരു പൂവാണോ? പൂമണിമാരൻ്റെ മാനസക്ഷേത്രത്തിൽ പൂജയ്ക്കു വന്നൊരു പൂവാണോ? കനിപോലും ഈശ്വരൻ അഴകിൻ്റെ പാലാഴി, കനിപോലും ഈശ്വരൻ അഴകിൻ്റെ പാലാഴി കടഞ്ഞെടുത്ത അമൃതാണോ? അനുരാഗ ഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. അനുരാഗ ഗാനം
ബാബുരാജിനോടുള്ള സ്നേഹാദരമായി ഈ ഗാനം ആലപിച്ചത് പ്രശസ്ത ഗായകൻ നൗഷാദാണ്. അനുരാഗ കരിക്കിൻ വെള്ളം എന്ന് സിനിമയ്ക്ക് ശീർഷകം വരുമ്പോൾ മലയാളത്തിൻ്റെതായ ശുദ്ധ മലയാളത്തിലുള്ള ശീർഷകങ്ങൾ മലയാളി തിരിച്ചു പിടിക്കുന്നു എന്നുള്ള തോന്നലുണ്ടാകുന്ന ഒരു വേളയിൽ കൂടിയാണ് നമ്മൾ അനുരാഗ ഗാനം പോലെ എന്നുള്ള ഈ വരി കേൾക്കുന്നത്. വാസ്തവത്തിൽ ശ്രീ ബക്കർ മേത്തല, ബാബുരാജിൻ്റെ ഒരു സംഗീത സദസ്സ് ആസ്വദിക്കുമ്പോൾ നാം സംഗീതം മാത്രമല്ല സാഹിത്യം കൂടി അനുഭവിക്കുന്നു. ഒരു സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മയിൽ ഇരിക്കുന്നതായിട്ടുള്ള അനുഭൂതി ഉണ്ടാകുന്നു. അത്രമേൽ ശുദ്ധമായ സാഹിത്യവും അത്രമേൽ ശുദ്ധമായ സംഗീതവും അത്രമേൽ ശുദ്ധമായ സർഗാത്മകതയും ഒരുമിച്ച് ചേരുന്ന വേളകളാണ് അത് എന്ന് പറയപ്പെടാറുണ്ട്. താങ്കൾ ഇത്തരത്തിലുള്ള ഗാനരചനകൾ നടത്തുകയും ബാബുരാജിനെ ഓർക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വാസ്തവത്തിൽ മലബാറിൽ ഒതുങ്ങി നിൽക്കാതെ കേരളം മുഴുവനും ബാബുരാജ് സ്മരണകൾ ഉണ്ടാവണമെന്നാണോ ആഗ്രഹിക്കുന്നത്? തീർച്ചയായും. കാരണം ബാബുരാജിൻ്റെ സ്മരണ മലയാളികളും സംഗീതത്തെ പ്രേമിക്കുന്ന ആളുകളും ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതെല്ലായിടത്തും എല്ലാ കാലത്തും പുതിയ തലമുറയിലേക്കൂടെ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൻ്റെ തരംഗ ദൈർഘ്യങ്ങളെ കുറേ കൂടെ അവരുടെ ഹൃദയവുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തു പോകുന്നത് പി സക്കീർ ഹുസൈൻ ഈ ബാബുരാജിൻ്റെ സ്മരണകൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ഇൻ്റർവ്യൂ ചെയ്ത് എഴുതുമ്പോൾ ബാബുരാജിൻ്റെ ഭാര്യ പറയുന്നൊരു വാക്കുണ്ട്. യഥാർത്ഥത്തിൽ പി ഭാസ്കരൻ മാഷാണ് ബാബുരാജിനെ സൃഷ്ടിച്ചതിൽ വലിയൊരു പങ്ക് വഹിച്ചത് എന്ന്. ബാബുരാജിന് വേണ്ടി എഴുതാൻ വേണ്ടി പിറന്ന ആളാണ് പി ഭാസ്കരൻ മാഷെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തളിരിട്ട കിനാക്കൾ എന്ന കൃതിയിൽ മാധ്യമപ്രവർത്തകനായ പി സക്കീർ ഹുസൈൻ എഴുതുന്നുണ്ട്. ഞാനത് വളരെ എനിക്ക് ടച്ച് ചെയ്തൊരു വാക്കാണ്. യഥാർത്ഥത്തിൽ ഭാസ്കരൻ മാഷ വരികളാണ് മറ്റ് വയലാറിൻ്റെ വരികളൊക്കെ എല്ലാവരുടെയും വരികൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഭാസ്കരൻ മാഷയുടെ വരികളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം അല്ലെങ്കിൽ സൗന്ദര്യം ഇതൾ വിരിയുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും സംഗീതത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും സമഞ്ജസമായൊരു സമ്മേളനം ഇങ്ങനെ പൂവിരിയും പോലെ അതിലെ തേൻതുള്ളി പോലെയൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അതിൻ്റെ സുഗന്ധവും മാധുര്യവും ഒക്കെ കൂടെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ കിട്ടുന്ന വരികളെ അതിനനുസൃതമായി പെട്ടെന്ന് തന്നെ ഈണം കൊടുക്കുന്ന ഒട്ടേറെ സന്ദർഭങ്ങളെക്കുറിച്ച് ബാബുരാജിൻ്റെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനായാസമായി സംഗീതത്തിലേക്ക് എത്തിച്ചേരാനുള്ള അപാരമായ ഒരു കഴിവിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. അപ്പോൾ അത് വലിയൊരു സംഭവമായിരുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിഭയുടെ ധാരാളിത്തം അല്ലെങ്കിൽ ഈ സർഗാത്മകതയുടെ ഒരു വിസ്ഫോടനം എപ്പോഴും അദ്ദേഹത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നു. ബാബുക്കയുടെ ഈ സർഗാത്മകതയുടെ ധാരാളിത്തത്തിൻ്റെ സമൃദ്ധി മലയാളി സംഗീതജ്ഞർ പിന്നീട് അത്രത്തോളം ആവാഹിച്ചെടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾക്ക് മറ്റൊരു ഗാനം കൂടി ബാബുക്കയുടെ കേൾക്കാമെന്ന് കരുതുന്നു. ഇപ്പോൾ ഗാനം ആലപിക്കുന്നത് അജിത് കലാഭവനാണ്. താമസമെന്തേ വരുവാൻ താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമയി എൻ്റെ കണ്ണിൽ താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമയി എൻ്റെ കണ്ണിൽ താമസമെന്തേ വരുവാൻ. ഹേമന്തയാമിനി തൻ പൊൻവിളക്ക് പൊലിയാറായി മാഗന്ധശാഖകളിൽ രാക്കിളികൾ മയങ്ങാറായി താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ
കണ്ടുവല്ലോ. പാതിരാക്കാറ്റിൽ നിന്റെ പട്ടുറുമാലിളകിയല്ലോ. പാതിരാക്കാറ്റിൽ നിന്റെ പട്ടുറുമാലിളകിയല്ലോ. താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ. താമസമെന്തേ അണയാൻ പ്രേമമയി എൻ്റെ കണ്ണിൽ. താമസമെന്തേ വരുവാൻ. അജിത് കലാഭവനാണ് ഈ ഗാനം ആലപിച്ചത്. ബാബുരാജിനോടുള്ള സംഗീതാദര സൂചകമായി ഒ ബാബുരാജ് എന്ന സംഗീത ആൽബം തയ്യാറാക്കിയ വ്യക്തികളാണ് ഇവരെല്ലാവരും. പ്രശസ്ത ഗാനരചയിതാവും കവിയുമായ ശ്രീ ബക്കർ മേത്തല അവരോടൊപ്പം നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ അതിഥിയായുണ്ട്. ശ്രീ ബക്കർ മേത്തല, ഫ്രാൻസിൽ ഭീകരാക്രമണത്തിൽ 77 പേർ കൊല്ലപ്പെട്ട വാർത്ത ബ്രേക്കിംഗ് ന്യൂസായി അടിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് നമ്മൾ ഈ സംഗീതം ഈ സ്റ്റുഡിയോയിലിരുന്ന് തത്സമയം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സംഗീതത്തിന്, ലോകമെങ്ങുമുള്ള സംഗീതത്തിന് മനുഷ്യാവസ്ഥകളെ, മനുഷ്യൻ്റെ സങ്കീർണ പ്രശ്നങ്ങളെ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, മതപരമായ പ്രശ്നങ്ങൾ, ഒക്കെയുള്ള പ്രശ്നങ്ങൾക്ക് മുകളിൽ എല്ലാ മനസ്സുകളെയും ഒന്നിപ്പിക്കാനുള്ള അതിൻ്റെ കഴിവിനെ താങ്കൾ എങ്ങനെ കാണുന്നു? പ്രത്യേകിച്ചും സൂഫി സംഗീതമാണ് ഇസ്ലാമിക സംഗീതത്തിൻ്റെ ഒരു വലിയ ശക്തിയായി ഉയർന്നു വന്നിട്ടുള്ളത്. ബാബുരാജിൻ്റെ സംഗീതത്തെ അടക്കം വെച്ചുകൊണ്ട് നമ്മൾക്ക് സംഗീതത്തിനുള്ള ഒരു പൊതു മാനവ ഐക്യ ശേഷി എന്ന രീതിയിൽ എങ്ങനെ കാണുന്നു? ഒരു കവി കൂടിയാണല്ലോ താങ്കൾ. തീർച്ചയായും സംഗീതത്തിനും സാഹിത്യത്തിനുമൊക്കെ മാനവികതയുടെ തലത്തെ കൂടുതൽ ദീപ്തമാക്കാനുള്ള കഴിവ് എല്ലാവർക്കും അറിയാവുന്നതും അംഗീകരിക്കുന്നതാണ്. പക്ഷേ മതം എന്നു പറയുന്നത് അതിൻ്റെ ആത്മീയതയേക്കാൾ അതിൻ്റെ വൈകാരികതയും മറ്റ് രാഷ്ട്രീയവും കൂട്ടിക്കലർത്തിയതിൻ്റെ ചില സംഭവവികാസങ്ങളാണ് ഇന്ന് രാജ്യമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. മതത്തിൻ്റെ ആത്മീയതയെ വിമോചിപ്പിക്കുകയും അതിനെ വീണ്ടെടുക്കുകയും ചെയ്യാൻ സംഗീതത്തെ, കലയെ, സാഹിത്യത്തെ ഏതുവിധം പ്രയോജനപ്പെടുത്താമെന്നുള്ള ആലോചനകൾ ഈ കാലഘട്ടത്തിൽ വളരെ സജീവമാവേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത്തരത്തിലുള്ള അന്വേഷണങ്ങളുടെയും യാത്രകളുടെയും ഒക്കെ ഒരു തലത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ, ഇത്തരത്തിലുള്ള ചില ചെറിയ സംരംഭങ്ങളെ പോലും കൂട്ടിയിണക്കാനുള്ള ശ്രമങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. പലപ്പോഴും അക്രമങ്ങൾക്ക് നേരെ, പലപ്പോഴും നമുക്ക് അക്രമികളെ സംബോധന ചെയ്യാൻ എന്തുകൊണ്ട് സംഗീതത്തിന് അല്ലെങ്കിൽ കലക്ക് സാധ്യമാകുന്നില്ല എന്നുള്ളതും ഒരു വിഷയമുണ്ട്. അപ്പോൾ പലപ്പോഴും കലയെപ്പോലും, സാഹിത്യത്തെപ്പോലും, സംഗീതത്തെപ്പോലും ഇപ്പോൾ വർഗീയതയും ഫാസിസവും ഒക്കെ ഹൈജാക്ക് ചെയ്യപ്പെടുന്നുണ്ട്, മതഭ്രാന്തും. അവരിൽ നിന്ന് അതിനെ മോചിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടെ ഈ കാലഘട്ടത്തിൽ പുതിയ തലമുറക്ക് അല്പം ചിന്തിക്കുന്നവർക്കുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എല്ലാവരും ഇത് തന്നെയാണ് പലപ്പോഴും ആയുധമാക്കുന്നത്, അതും ഒരു വിഷയമാണ്. പഴയകാല സംഗീതത്തിൽ നിന്നും ഇന്നത്തെ മലയാള സിനിമ സംഗീതത്തിലേക്ക് വരുമ്പോൾ എന്തെല്ലാം ഒരു മാറ്റങ്ങളാണ് അങ്ങേക്ക് തോന്നുന്നത് ഇന്നത്തെ സംഗീതത്തിൽ? മാറ്റം തീർച്ചയായും ഈ സംഗീതത്തിൻ്റെ, ഈ കവിതയുടെ അല്ലെങ്കിൽ ലിറിക്കിൻ്റെ പ്രാമുഖ്യം കുറയുകയും സംഗീതത്തിൻ്റെ മേൽക്കൈ കൂടുതലും ചെയ്യുകയുണ്ടായി. അത് ഒരർത്ഥത്തിൽ കുറേ നല്ല പാട്ടുകൾ നമുക്ക് കിട്ടിയെങ്കിൽ തന്നെയും പലപ്പോഴും സംഗീതത്തിൻ്റെ ഒരു ശബ്ദകോലാഹലവും അതിൻ്റെ ഒരു ആർഭാടം കലർന്ന, പലപ്പോഴും യുവത്വത്തിൻ്റേതായ ത്രസിപ്പിക്കുന്ന കുറേ രീതികളൊക്കെ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അത് താൽക്കാലികമായി അവരെ ആഹ്ലാദിപ്പിക്കുന്നുണ്ടെങ്കിലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഈ പാട്ട് മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. അതേസമയം പഴയകാല മെലഡികളൊക്കെ തന്നെ മിക്കവാറും മനസ്സിനിങ്ങനെ ആർദ്രമാക്കിക്കൊണ്ട് ഇടയ്ക്കിടെ നമ്മളെ ഇങ്ങനെ ഒഴുകി ഒഴുകി വരികയാണ്, എപ്പോഴും നമ്മുടെ ഓർമ്മകളെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുതിയ കാലത്തെ പാട്ടുകളെല്ലാം അങ്ങനെ ആകുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അതിലേക്കൊരു തിരിച്ചുവരവിനുള്ള ഒട്ടേറെ ശ്രമങ്ങൾ ഈ സമീപകാലത്തെ ചില പാട്ടുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ബനേഷ് ഇവിടെ സൂചിപ്പിച്ച പോലെ സിനിമാ പേരുകളിൽ പോലും ആ മലയാളിത്തം കടന്നു വരുന്നു. അപ്പോൾ ഒരു കേരളീയത എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, സങ്കല്പമല്ല, ഒരു യാഥാർത്ഥ്യമുണ്ട് ഭാഷയിൽ, സാഹിത്യത്തിൽ, സംഗീതത്തിൽ, എല്ലാ കലയിലും. ആ കേരളീയതയുടെ ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ഒരു തിരിച്ചുപിടിക്കൽ, അതിനെക്കുറിച്ചിപ്പോൾ യുവതലമുറ ചിന്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു സത്യമാണ്. അതിൻ്റെ തെളിവുകൾ നമുക്കുടനീളം പുതിയ സിനിമകളിൽ കാണാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇടക്കാലത്ത് വന്ന ഈ മാറ്റങ്ങൾ കാരണം കൂടുതൽ താൽക്കാലികമായി അത് സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ശാശ്വതമായൊരു സന്തോഷം ആർക്കും തന്നെ നൽകുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ബാബുരാജിനെ കുറിച്ച് ഓർക്കുമ്പോൾ നാം ചവിട്ടി നിന്ന മണ്ണ് എന്തായിരുന്നു, നാം എടുത്തു വച്ച വാക്കുകൾ എന്തായിരുന്നു,
നാം രസനയുടെ മുകളിൽ, നാവിൻ്റെ മുകളിൽ എടുത്തു വെച്ച പദങ്ങൾ എന്തായിരുന്നു എന്ന് ഓർക്കാനും തിരിച്ചു നോക്കാനുമുള്ള ഒരു സന്ദർഭം കൂടിയായിത്തീരുന്നു. ഇപ്പോൾ അജിത് കലാഭവൻ മറ്റൊരു ഗാനത്തിലേക്ക് പോകുമെന്ന് കരുതുന്നു. ബാബുരാജിനെ കുറിച്ചുള്ള സംഗീത സ്മരണകൾ പങ്കുവെച്ചുകൊണ്ട് ശ്രീ ബക്കർ മേത്തൽ സൂചിപ്പിച്ചതുപോലെ അത്രമേൽ ലളിതമായ സംഗീതം. പ്രാണസഖി 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 ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ ഗാനലോക വീഥികളിൽ വേണുവൂതും മാട്ടിടയൻ പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ പ്രാണസഖി ഞാൻ. എങ്കിലുമെന്നോമലാൾക്കു താമസിക്കാൻ എൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാനുയർത്താം. മായാത്ത മധുരഗാനമാലിനിയുടെ കൽപ്പടവിൽ കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാം. താനസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ പ്രാണസഖി ഞാൻ. പൊന്തിവരും സങ്കൽപ്പത്തിൻ പൊന്നശോകമലർവനിയിൽ ചന്തമേഴും ചന്ദ്രികത്തൻ ചന്ദനമണി മന്ദിരത്തിൽ സുന്ദര വസന്തരാവിൻ ഇന്ദ്രനീല മണ്ഡപത്തിൽ എന്നുമെന്നും താമസിക്കാൻ എൻ്റെ കൂടെ പോരുമോ നീ? എന്നുമെന്നും താമസിക്കാൻ എൻ്റെ കൂടെ പോരുമോ നീ? പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ ഗാനലോക വീഥികളിൽ വേണുവൂതും ആട്ടിടയൻ പ്രാണസഖി ഒ ബാബുരാജ് എന്ന സംഗീതാൽബവുമായി ഇന്ന് ഈ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്ന് തത്സമയം ഗാനങ്ങൾ അവതരിപ്പിച്ച, ബാബുരാജിനോടുള്ള സംഗീതാദരം പ്രകടിപ്പിച്ച ഗായകരായ നൗഷാദ്, അജിത് കലാഭവൻ, ഗാനരചയിതാവും പ്രശസ്ത കവിയുമായ ശ്രീ ബക്കർ മേത്തല, അകമ്പടി സേവിച്ച എല്ലാ സംഗീതജ്ഞർക്കും വളരെയധികം നന്ദി.